ഇന്ന് നമുക്ക് ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനായ സഹദേവൻ നയന എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. സ്ത്രീധനം ചോദിച്ചില്ലെങ്കിലും 100 പവനിട്ടാണ് വീട്ടുകാർ കല്യാണം നടത്തിയതും. വിവാഹ ദിവസം തന്നെ തെളിവിനായിട്ട് മുദ്രപത്രത്തിൽ അവനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി. സ്വർണത്തിന്റെ ഫോട്ടോയും ഒക്കെ എടുത്തു വെക്കും. എന്നാൽ സഹദേവനുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഒന്നും തന്നെ പെൺകുട്ടി തയ്യാറാകുന്നതേയില്ല. ഓരോ കാരണം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നതും. എന്നാൽ പെട്ടെന്നൊരു ദിവസം സഹദേവൻ തല്ലി, മുടി മുറിച്ചു, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ തുടങ്ങി ഗാർഹിക പീഡനത്തിന് നയന കേസും കൊടുത്തു. സഹദേവനാണെങ്കിലോ അങ്ങനെയൊന്നും തന്നെ ചെയ്തിട്ടേയില്ല. പോലീസ് അവനെ വിളിപ്പിച്ചപ്പോഴാണ് അവനത് അറിഞ്ഞത് പോലും. അതിനു പിന്നിൽ നയനയ്ക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായകനായ സഹദേവന്റെയും നയന എന്ന പെൺകുട്ടിയുടെയും വിവാഹമാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നതോ സഹദേവനെ CI സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതാണ്. സഹദേവനെതിരായി ഗാർഹിക പീഡനത്തിന് നയന കേസ് കൊടുത്തു. നയന കൊണ്ടുവന്ന 100 പവൻ സ്വർണം അവൾക്ക് സഹദേവൻ കൊടുത്തില്ല അത്രേ. മാത്രവുമല്ല, മദ്യപിച്ചു വന്ന് ഉപദ്രവിക്കുന്നു, അവളുടെ മുടി മുറിച്ചു കളഞ്ഞു എന്നൊക്കെയായിരുന്നു പരാതി. അതെല്ലാം അറിഞ്ഞ സഹദേവനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. വിവാഹത്തിന് 100 പവൻ നയനയുടെ വീട്ടുകാർ നൽകിയതിന് തെളിവായിട്ട് മുദ്രപത്രത്തിലൊക്കെ സഹദേവനെ കൊണ്ട് ഒപ്പിടിക്കും. താൻ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്നവൻ പറയുമ്പോഴും അതവരുടെ കടമയല്ലേ, പിന്നെ തന്നതിന് തെളിവ് വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സഹദേവനാണെങ്കിലോ വേറൊന്നും പറയാതെയാണ് ഒപ്പിട്ട് നൽകുന്നതും. വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ നയനയാണെങ്കിലോ സഹദേവന്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ സ്വർണം ഇട്ട് കൊടുക്കുന്നത് അവളുടെ വീട്ടുകാർ ഫോട്ടോ എടുത്ത് വെക്കുന്നുമുണ്ട്. മാത്രവുമല്ല, സഹദേവന്റെ അമ്മയാണെങ്കിലോ അന്ന് രാത്രി ഒഴിക്കുവാൻ വേണ്ടിയിട്ട് സഹദേവനോട് കുറച്ച് തൈര് വാങ്ങിക്കൊണ്ട് വരുവാനായും പറഞ്ഞു. എന്നാൽ പുറത്തു പോകാൻ സഹദേവന് വയ്യാത്തത് കൊണ്ട് തന്നെ പുറത്തായിരുന്ന തന്റെ കൂട്ടുകാരനെ വിളിച്ച് പറയുകയുണ്ടായി. കൂട്ടുകാരനാണെങ്കിലോ എന്ന് കേട്ടതും കോണ്ടം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവന്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. നയന അപ്പോഴേക്കും റൂമിലേക്ക് എത്തി. സഹദേവനാണെങ്കിലോ കുളിച്ചിട്ടും എത്തുകയാണ്. പാക്കറ്റ് എടുക്കുമ്പോഴോ 6 കവർ കോണ്ടമായിരുന്നു തറയിലേക്ക് വീഴുന്നതും. അത് കണ്ട നയനയാണെങ്കിലോ പേടിച്ചു പോയി കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഒന്നും തന്നെ നടന്നില്ല. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പോലീസ് പിന്നെ എങ്ങനെയാ നയന ഹോസ്പിറ്റലിലായതെന്ന് ചോദിച്ച് നയനയുടെ വീട്ടുകാർ കൊടുത്ത റിപ്പോർട്ട് കാണിക്കുമ്പോഴോ, തൃശ്ശൂരുള്ള ഞാൻ എന്റെ ഭാര്യയെ തല്ലിയെങ്കിൽ ഞാൻ എന്തിന് ഇടുക്കിയിലുള്ള ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി കാണിക്കണമെന്നായിരുന്നു സഹദേവൻ പറയുന്നതും. അത് ശരിയാണല്ലോ എന്ന് പോലീസും ചിന്തിക്കുന്നു. അങ്ങനെ സഹദേവൻ വീണ്ടും കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അടുത്ത ദിവസവും റൂമിലെത്തുമ്പോഴോ നയന അന്താക്ഷരി കളിക്കാമെന്ന് പറയും. അന്ന് അവൾക്കൊപ്പം ഇരുന്ന് അന്താക്ഷരി കളിച്ച് സഹദേവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും നടന്നതേയില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് അവർ പോകുന്നത് ഇടുക്കിയിലെ നയനയുടെ വീട്ടിലേക്കാണ്. അന്നേ ദിവസം നയനയുടെ അച്ഛനൊപ്പം ഇരുന്ന് അവൻ മദ്യപിക്കും. വല്ലപ്പോഴും കൂട്ടുകാർക്കൊപ്പം ഇരുന്നാണ് സഹദേവൻ മദ്യപിക്കുന്നത്. പക്ഷേ അച്ഛനൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ട് അവൻ നല്ല മദ്യപാനിയാണെന്ന് അച്ഛൻ കരുതും. പക്ഷേ സ്ഥിരമായി കഴിക്കില്ല എന്ന കാര്യം അച്ഛൻ അറിയില്ലല്ലോ. ഫുഡ് കഴിക്കുവാനായി ഇരുന്നപ്പോഴാണ് നയനയുടെ വിളി കേട്ട് എല്ലാവരും മുകളിലേക്ക് കയറി ചെന്ന് നോക്കുന്നതും. നയന അപ്പോൾ ബോധം കെട്ട് വീണ് കിടക്കുകയാണ്. അവളെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ ക്ഷീണം മാത്രമാണ്. പക്ഷേ അവൾക്ക് നല്ല റെസ്റ്റ് കൊടുക്കണമെന്നും ഡോക്ടർ സഹദേവനെ നോക്കി പറയുന്നു. ഫിസിക്കൽ റിലേഷൻ 3 ദിവസത്തേക്ക് പാടില്ല എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചതും. അങ്ങനെ അവർ തിരികെ വീട്ടിലേക്കെത്തും. നയനയുമായി ഒന്നും തന്നെ നടക്കാത്തതിന് കൂട്ടുകാരവനെ ഒരുപാട് കളിയാക്കും. അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന രീതിയിലേക്ക് പറയുമ്പോൾ ദേഷ്യം വന്ന സഹദേവനാണെങ്കിലോ കുറച്ച് മദ്യപിച്ചിട്ട് റൂമിലേക്ക് എത്തി. അപ്പോഴേക്കും നയനയാണെങ്കിലോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്റെ മുടി കാണിച്ചു കൊടുക്കുന്നു. അവൾ മുടി മുറിച്ചിരുന്നു. ആര് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറഞ്ഞിട്ടാണെന്നും അവൾ പറയുന്നു. കൂടാതെ നയനയുടെ കൂട്ടുകാരി സുഹാനയാണെങ്കിലോ നെതർലൻഡിലേക്ക് പഠിക്കുവാനായി പോകുന്നു. താനും പോവുകയാണ് എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അതിനു വേണ്ടിയിട്ടുള്ള കാശൊന്നും തന്റെ ഇല്ല എന്നും സഹദേവൻ പറയും. എന്റെ കുറച്ച് സ്വർണം വിറ്റിട്ട് ഞാൻ പോകുമെന്നും അവൾ പറയുമ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നു. എന്നാൽ നയനയാണെങ്കിലോ പെട്ടെന്ന് എന്തോ പോലെയായി ദേഷ്യത്തിൽ സഹദേവനെ പിടിച്ചു തള്ളി. ഇതെല്ലാം നീ വിവാഹത്തിന് മുമ്പ് എന്താ പറയാത്തത് എന്നവൻ ചോദിക്കുമ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ അവൾ സ്വന്തം തല ഗ്ലാസ്സിലിടിച്ച് പൊട്ടിക്കും. അതോടെ സഹദേവനാണത് ചെയ്തതെന്ന് അവന്റെ വീട്ടുകാർ വരെ വിശ്വസിച്ചു. കൂടാതെ അവൻ മദ്യപിച്ചിരുന്നല്ലോ അന്ന്. പിന്നീട് അറിയുന്നത് സഹദേവനില്ലാത്ത നേരം നോക്കി നയനയെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നതാണ്. 6 ദിവസമായി അവൾ പോയിട്ട് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നും സഹദേവൻ CIയോട് പറയും. CI പറയുന്നതോ നയന ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അത് കള്ളമാണെന്ന് നമുക്കറിയാം.
പക്ഷേ എന്തു ചെയ്യാനാ? മാത്രവുമല്ല സെക്ഷൻ 498A ആണ് ചുമത്തിയിരിക്കുന്നതും. മാസാമാസം നയനയ്ക്ക് 6000 രൂപ വെച്ച് കൊടുക്കണമത്രേ. നീ അവളുടെ സ്വർണം തിരികെ കൊടുക്കുവാനായിട്ടും പോലീസ് പറയുന്നു. അങ്ങനെ സഹദേവനും വീട്ടുകാരും ചേർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ സ്റ്റേഷനിൽ വെച്ച് സ്വർണം കൈമാറുന്നു. സഹദേവനാണെങ്കിലോ സഹകരണ സംഘത്തിലെ താൽക്കാലിക ജീവനക്കാരനായതിനാൽ ജോലി എപ്പോൾ വേണമെങ്കിലും പോകുമെന്ന അവസ്ഥയാണ്. എന്നാലും മാനേജറാണെങ്കിലോ സ്ഥിരമാക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ നയനയും വീട്ടുകാരും ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. സഹദേവൻ തനിക്ക് വേണ്ടിയിട്ട് റെക്സ് എന്ന വക്കീലിനെയും പോയി കാണുകയാണ്. നയന കൊടുത്തിരിക്കുന്നത് ഗാർഹിക പീഡന കേസാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് തന്റെ ജൂനിയർ വക്കീലായ അനിലയെ പോയി കാണുവാനായും പറഞ്ഞു. അനിലയാണെങ്കിലോ ഒരു അഹങ്കാരിയെ പോലെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് സംസാരിക്കുന്നതും. കോടതി പരിസരത്താണെങ്കിലോ കട നടത്തുന്ന വൃദ്ധ ദമ്പതിമാരുണ്ട്. അവരും കോടതി കയറി ഇറങ്ങുകയാണ്. എന്താണ് കാരണമെന്നാൽ അവരുടെ മകൻ തന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ കുഞ്ഞിനെ കാണുവാനായിട്ട് പോകും വഴി ആക്സിഡന്റായി മരണപ്പെട്ടു. മകന്റെ എല്ലാ സ്വത്തും സമ്പാദ്യവും അവർ മരുമകൾക്കും കുഞ്ഞിനും നൽകി. എന്നിട്ടും ഇപ്പോൾ ദേ മനസാക്ഷിയില്ലാതെ മരുമകളാണെങ്കിലോ ആ അച്ഛന്റെയും അമ്മയുടെയും ആകെയുള്ള 3 സെന്റും വീടും വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു. ആ കഥകളെല്ലാം കേട്ട് സങ്കടപ്പെട്ടാണ് സഹദേവൻ വീട്ടിലേക്ക് എത്തുന്നതും. കേസിനായി കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ അവിടെ വെച്ച് പീറ്റർ എന്നൊരാളിനെ കാണുന്നു. പീറ്ററും ഭാര്യയും വേർപിരിഞ്ഞെങ്കിലും കുട്ടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നതും. ആകെ കൂടി പീറ്റർ കുട്ടിയെ കാണുന്നത് ഈ കോടതിയിൽ വെച്ചാണ്. എന്നാൽ ഭാര്യ ഏർപ്പാടാക്കിയ വക്കീലാണെങ്കിലോ പീറ്ററിന് ഭ്രാന്താണെന്ന് വാദിക്കുന്നു. തെളിവുകളുടെ അഭാവത്തിൽ 1 മണിക്കൂർ കുട്ടിയെ പീറ്ററിന് കാണുവാനായിട്ടും അനുമതി കൊടുക്കുകയാണ് ജഡ്ജി. പക്ഷേ പീറ്ററിന് ഭ്രാന്താണെന്നൊക്കെ കുട്ടിയുടെ അമ്മയാണെങ്കിലോ അതിന് പറഞ്ഞു കൊടുത്തതിനാൽ ആദ്യം തന്നെ പീറ്ററിനെ കണ്ടു ചിരിച്ച കുട്ടിയാണെങ്കിലോ പിന്നീട് പീറ്ററിനെ കണ്ടതും കരയുവാനായും തുടങ്ങി. അതോടെ പീറ്ററിന് സങ്കടമായി. പീറ്ററിനടുത്തേക്ക് എത്തിയ സഹദേവനോട് പീറ്റർ പറയും, വിവാഹബന്ധം വേർപെടുത്തുന്നെങ്കിൽ അതൊരു കുട്ടിയുണ്ടാകുന്നതിന് മുൻപ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാ. അതൊരു വിഷമമാ. മാത്രമല്ല എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത് ആ കുട്ടികളായിരിക്കുമെന്നും പീറ്റർ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. സഹദേവൻ അതെല്ലാം കാണുമ്പോൾ വല്ലാത്ത വിഷമമാകുന്നുണ്ട്. സഹദേവന്റെയും നയനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായതിനാൽ അവരെ കൗൺസിലിങ്ങിലും പറഞ്ഞു വിടുകയാണ്. കൗൺസിലറിനോട് നയന പറയുന്നത് സഹദേവൻ മദ്യപാനിയാണെന്നും മദ്യപിച്ച് തന്നെ തല്ലി ചതയ്ക്കുമെന്നും തന്റെ മുടി മുറിച്ചുവെന്നും സ്വർണം വാങ്ങി വെച്ചിരിക്കുന്നു, ഇനിയും കാശ് വേണമെന്ന് പറഞ്ഞ് തന്നെ ദിവസവും തല്ലുമെന്നും മാത്രമല്ല ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവൊന്നും ഇയാൾക്കില്ല, ബലമായി കീഴ്പ്പെടുത്താനേ ഇയാൾക്ക് അറിയൂ എന്നൊക്കെയുള്ള രീതിയിൽ നയന സംസാരിക്കും. എന്നാൽ ഇതെല്ലാം കേട്ട സഹദേവൻ പറയുന്നതോ വല്ലപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം മദ്യപിക്കുന്നത്. നയനയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മദ്യപിച്ചു. ഞാൻ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല. നയന കൊണ്ടുവന്ന 100 പവനും സ്റ്റേഷനിൽ വെച്ച് ഞാൻ കൈമാറിയിരുന്നു. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുമില്ല. അവൾ മുടി മുറിച്ചത് തന്നെ അവളുടെ അമ്മയുടെ അനുവാദത്തോടു കൂടിയാ. പിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന്, അങ്ങനെ വല്ലതും നടക്കണ്ടേ എന്നും അവൻ പറയുന്നു. അവർക്കിടയിൽ ഇതുവരെയും ഫിസിക്കൽ റിലേഷൻ നടന്നിട്ടില്ല എന്നറിഞ്ഞ കൗൺസിലർ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നയനയോട് ചോദിക്കുമ്പോഴോ നയന വല്ലാതെ ടെൻഷനാകും. വീണ്ടും അടുത്ത ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് വരുവാനായിട്ടും കൗൺസിലർ അവരോട് പറയുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് റെക്സ് വക്കീലിനടുത്തേക്ക് എത്തുകയാണ് ആ വൃദ്ധനായ ആൾ. അയാളുടെ മരുമകളാണെങ്കിലോ ഒരു മനസാക്ഷിയും തന്നെ കാണിക്കുന്നതേയില്ല. ഒത്തുതീർപ്പിന് വിചാരിച്ചിട്ടും നടക്കുന്നില്ല. കുഞ്ഞിന് കൊടുക്കുവാനായിട്ട് അയാൾ കുറച്ച് പലഹാരം മരുമകളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴോ തന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന രീതിയിൽ അവൾ അയാളെ അപമാനിക്കും. അടുത്ത ദിവസമായ വയസ്സായ ആൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് സഹദേവൻ അറിയുന്നതും. സഹദേവൻ അത് താങ്ങാനായില്ല. അയാളുടെ ഭാര്യയും ഒറ്റയ്ക്കായി. അങ്ങനെയിരിക്കെ സഹദേവന് വേണ്ടിയിട്ട് റെക്സ് വക്കീൽ ലീവായതിനാൽ അനിലയാണ് എത്തുന്നതും. എതിർഭാഗം വക്കീൽ ലീവാണെന്ന് അറിഞ്ഞതിന്റെ ധൈര്യത്തിലാണ് അനില എത്തിയിരിക്കുന്നതും. പക്ഷേ എതിർഭാഗം അന്ന് ഹാജരായി. അതോടെ അനിലയുടെ കിളി പോയി. സഹദേവന്റെ മേൽ ഒരുപാട് കുറ്റങ്ങൾ വക്കീൽ ആരോപിച്ചു. മാത്രവുമല്ല സഹദേവന്റെ കൈ നീട്ടുവാനായി പറയുമ്പോൾ കൈ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. മദ്യപിക്കാത്തതിനാലാണ് വിയർക്കുന്നതെന്ന് വക്കീൽ വാദിക്കുമ്പോൾ എതിർക്കാനാകാതെ പേടിച്ചിരിക്കുകയായിരുന്നു അനില. ഒരുപാട് തവണ അനിലയെ അവൻ നോക്കിയെങ്കിലും അവൾ ഒന്നും തന്നെ പറയുന്നതേയില്ല. ഇനിയൊന്നും അവൾ പറയില്ല എന്ന് മനസ്സിലാക്കിയ സഹദേവനാണെങ്കിലോ താൻ തന്നെ വാദിക്കാമെന്നും പറയുന്നു. അങ്ങനെ സഹദേവൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിച്ചു. കൈ വിറയ്ക്കുന്നത് മദ്യപിക്കാത്തത് കൊണ്ടല്ല, പേടിച്ചിട്ടാണെന്നും അവൻ പറയും. സഹദേവൻ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് എതിർഭാഗം വാദിക്കുമ്പോഴും അതിന് തെളിവില്ലാത്തതിനാൽ എതിർഭാഗത്തിന്റെ ആ വാദം കോടതി തള്ളിക്കളഞ്ഞു. ഒടുവിൽ സഹദേവന്റെ സത്യസന്ധത മനസ്സിലാക്കിയ കോടതി താനൊരു LLB എടുക്കുന്നത് നല്ലതാണ്, തനിക്ക് ഭാവിയുണ്ട് എന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു കൗൺസിലിംഗ് കൂടി അറ്റൻഡ് ചെയ്യുവാനായും പറയുകയാണ്. കൗൺസിലിംഗിന് ചെല്ലുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് നയനയോടാണ്, രണ്ടാമത് സഹദേവനോടും. നയനയ്ക്ക് ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്നുള്ള സംശയം കൗൺസിലർ സഹദേവനോട് പറയുന്നു. സഹദേവൻ നേരെ പോകുന്നത് റെക്സിന്റെ ഓഫീസിലാണ്. അവിടെ ചെന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കുമ്പോൾ അനിലയോട് ക്ഷമിക്കുവാനായിട്ടാണ് റെക്സ് ആവശ്യപ്പെടുന്നതും.
ഒന്നും മിണ്ടാതെ സഹദേവൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സഹദേവനും കൂട്ടുകാരും ചേർന്ന് നയനയുടെ കാമുകനെ കണ്ടുപിടിക്കുവാനും തീരുമാനിച്ചു. വീട്ടിലുണ്ടായിരുന്ന നയനയുടെ ബാഗ് പരിശോധിച്ചതിൽ നിന്നും ഒരു പഴയ പെൻഡ്രൈവ് കിട്ടിയിരിക്കുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴോ ഒരു പയ്യനൊപ്പം ഇരുന്ന ഫോട്ടോയും കാണുകയാണ്. നയനയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അവളുടെ കോളേജിലേക്ക് പോകുവാനായിട്ടും സഹദേവൻ തീരുമാനിച്ചു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ വെച്ച് അനിലയെ കാണുന്നതും. സഹദേവനോട് അന്നങ്ങനെ ചെയ്തതിൽ അനിലയാണെങ്കിൽ മാപ്പും ചോദിക്കുന്നു. രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നമൊക്കെ അവർ പറഞ്ഞു തീർക്കുകയാണ്. നയനയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞ അനിലയാണെങ്കിലോ താനും കൂടെ വരാമെന്ന് പറയും. അങ്ങനെ സഹദേവനും അനിലയും കൂടി ആദ്യം പോകുന്നത് നയന പഠിച്ച കോളേജിലേക്കാണ്. അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സുഹാനയോട് തിരക്കുന്നതായിരിക്കും നല്ലതെന്നറിഞ്ഞതിനാൽ സുഹാനയ്ക്കടുത്തേക്ക് എത്തി. അപ്പോഴാണ് അവരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സുഹാന പറയുന്നതും. സുഹാനയും നയനയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ സുഹാനയുടെ അച്ഛൻ അമ്മയെ എപ്പോഴും തല്ലുമായിരുന്നു. കുടിച്ചുകൊണ്ടുവന്ന് ഒരുപാട് ഉപദ്രവിക്കും. മാത്രമല്ല ഒരു ദിവസം കുടിച്ചുകൊണ്ടുവന്ന് സുഹാനയുടെ കൈ അച്ഛൻ വെട്ടിക്കളഞ്ഞു. അതോടെ പുരുഷന്മാരോട് അവൾക്ക് വെറുപ്പായി. കോളേജിലെത്തിയപ്പോൾ നയനയെ പരിചയപ്പെട്ടു. നയനയും അവളുടെ സാറിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങി പുറത്തു പറയാൻ കഴിയാതെ ജീവിക്കുകയാണ്. അവൾക്കും പുരുഷന്മാരെ വെറുപ്പായിരുന്നു. അതോടെ രണ്ടുപേരും പരസ്പരം പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ട്സായി. ജീവിതകാലം മുഴുവൻ ബെസ്റ്റ് ഫ്രണ്ട്സായി ജീവിക്കാമെന്നവർ തീരുമാനിച്ചു. വിദേശത്ത് പോയി പഠിച്ച് സെറ്റിലാകാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അതിന് കാശ് വേണം. വീട്ടുകാരോട് നേരിട്ട് പറയാനാകില്ലല്ലോ. അപ്പോഴാണ് സഹദേവന്റെ ആലോചന നയനയ്ക്ക് വന്നതും. വീട്ടുകാർ നയനയെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. സഹദേവനെ കെട്ടി സ്വർണവും കൊണ്ടു പോകാനായിരുന്നു അവരുടെ പ്ലാൻ. അത് നടക്കാതെ വന്നപ്പോഴാണ് അവനെ ഇല്ലാത്ത കാര്യം ആരോപിച്ച് കേസിൽ കുടുക്കിയതും. ഇതെല്ലാം സഹദേവൻ കോടതിയിൽ തെളിയിച്ചു. എതിർഭാഗം വക്കീലിന് ഇതൊന്നും അറിയാത്തതിനാൽ സഹദേവനോട് എതിർഭാഗം വക്കീൽ മാപ്പും പറഞ്ഞു. തന്റെ ജീവിതത്തിലേക്ക് ഇനി നയനെ ആവശ്യമില്ല എന്നും മ്യൂച്വൽ ഡിവോഴ്സിന് താൻ തയ്യാറാണെന്നും സഹദേവൻ പറയും. അങ്ങനെ കോടതി അതിന് ഉത്തരവിടുകയാണ്. പുറത്തിറങ്ങുന്ന സഹദേവനെ കാത്ത് അനിലയുണ്ടായിരുന്നു. ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ജീവിതം എവിടെ നിന്നാണോ കൈവിട്ടു പോയത് അവിടെ നിന്നും ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സഹദേവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സമാധാനത്തോടെ പോകുന്ന സഹദേവന്റെ ജീവിതവും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.